ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാ ചട്നിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള പൊരികടലയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് അരയ്ക്കാനായിട്ട് കുറച്ച് മാത്രം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കടുക് വറുത്ത് കൊട്ടാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ചും കൂടെ ഉഴുന്ന് പരിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് മൂത്ത് വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടുകൊക്കെ ഒന്ന് കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയത് കേട്ടോ. ഇനി ഇതിലോട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മുടെ ചട്നിയിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.